സഹോദരങ്ങളെ, ആ എടപ്പാട് ബാപ്പുവിനെ കൊണ്ട് അങ്ങനെ മനോഹരമായ കുറച്ച് പാട്ടുകൾ ഇൻഷാ അല്ലാഹ് പാടിപ്പിക്കാൻ തീരുമാനിച്ചു. നിബിദിന സമയത്തൊക്കെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മുടെ ഇൽമിന്റെ വേദികളിലൊക്കെ അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു റാഹത്തായ രീതിയിൽ ഒരു വിപ്ലവം തന്നെ നടക്കട്ടെ. നല്ല സന്തോഷത്തോടു കൂടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് എങ്കിലും അതിന്റെ ക്ഷീണമൊക്കെ മറന്ന് ഈ ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയും പിന്നെ അനസെന്ന കൂട്ടുകാരനോടുള്ള സ്നേഹത്തിന്റെ പേരിലും ഷെരീഫ് എന്ന സഹോദരന്റെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സ് നൊന്നുപോയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. പ്രസംഗം തീരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ്, വളരെ പെട്ടെന്ന് അരമണിക്കൂറിനകത്ത് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. എങ്കിലും ഒരു 5 മിനിറ്റ് ആ സമയത്ത് ഞാൻ സ്വതക്ക ചോദിക്കുക. അത് പറഞ്ഞുകൊണ്ട് ആരെയും പ്രേരിപ്പിക്കലൊന്നുമല്ല. താല്പര്യമുള്ളവർ ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് നിന്ന് ഉസ്താദ് എത്ര രൂപ ഞാൻ കൊടുത്തുകൊള്ളാം. സഹോദരിമാർ, ഉസ്താദെ എന്റെ കുടുംബത്തിന് അങ്ങനെ ഒരു വൈഷമ്യത വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ സ്വർണത്തിന്റെ മുത്ത് തരാം, അല്ലെങ്കിൽ ഒരു കമ്മല് തരാം, നിർബന്ധിക്കൂല. ആ ഒരു രോഗിയായ സഹോദരനെ കണ്ടപ്പോൾ സങ്കടം വന്നതുകൊണ്ട് ആകാശം മുഴുവനും അങ്ങനെ തന്നെ ആ സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളത് കൊണ്ട് ഒരാഴ്ചയിൽ 7000 രൂപ ഇപ്പൊ നടക്കുന്ന ചികിത്സയ്ക്ക് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരനെ സഹായിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ സാമ്പത്തിക ഭദ്രതയാണ് പറഞ്ഞു വന്നത്. കുടുംബശ്രീയിൽ ഓണച്ചിട്ടി, അത്തച്ചിട്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ ചിട്ടികളുണ്ട്. സഹോദരിമാർക്ക് അതൊക്കെ വലിയ ഉത്സാഹമാണ് അതിലൊക്കെ പങ്കെടുക്കാൻ. കുടുംബശ്രീ നല്ലത് എന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നിങ്ങളെ പറഞ്ഞതിന്റെ പേര് നാളെ നിങ്ങൾ നിയമസഭയിൽ പോയി ഒപ്പനെ കൈകൊട്ടിക്കളി നടത്തിയതുപോലെ ഇവിടെ നിങ്ങൾ അത് നടത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സ്ത്രീകളെ ഞാൻ അങ്ങനെ വിഷയിപ്പിക്കുന്നില്ല. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അവിടെയാണെങ്കിൽ പോലും ഹറാമ് തന്നെയാണ്. 10,000 രൂപ നിന്റെ ഭർത്താവിന് ആവശ്യമാണ്. കുടുംബശ്രീയിൽ നിന്ന് 10,000 രൂപ കടമെടുക്കുമ്പോ തിരിച്ച് 9,000 രൂപ നിനക്ക് തരും. 10,000 രൂപ തിരിച്ചടയ്ക്കണം. 1000 രൂപ പലിശയാണ്. ആ സാമ്പത്തിക സൂക്ഷ്മതയില്ലാത്ത പെണ്ണും തലമറയ്ക്കുന്നതിൽ അർത്ഥമില്ല, തഴമ്പ് വരുന്നതിൽ അർത്ഥമില്ല, ഊർലിന്റെയും ലാമിയായുടെയും വർദ്ധ ധരിക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട്? ഹറാമായ രീതിയിലൂടെ സാമ്പത്തികം നിന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നതുകൊണ്ടാ. അല്ലാഹു പടച്ചതമ്പുരാ കാത്തുരക്ഷിക്കട്ടെ. അടുത്ത സൂക്ഷ്മത ലൈംഗിക സൂക്ഷ്മതയാണ്. അല്ലാഹുവേ കരുണക്കടലായ നാഥാ, ലൈംഗിക സൂക്ഷ്മത പാലിക്കാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാ, തരണേ അല്ലാ. എത്ര ശ്രദ്ധിച്ചാലും സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണത്. എത്ര ശ്രദ്ധിച്ചാലും സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് ലൈംഗിക സൂക്ഷ്മത. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാം, പിന്നീട് ചോദിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി പാലിച്ചിരിക്കേണ്ടുന്ന സൂക്ഷ്മതയാണ്. എത്ര സുന്ദരി അവന്റെ മുമ്പിലൂടെ പോയാലും അല്ലാഹു പടച്ചതമ്പുരാനിൽ ലയിച്ചു തീരുന്ന വിശ്വാസത്തെ ഉറപ്പിച്ച് നിർത്തിയിട്ട് അൽഹംദുലില്ലാഹ് കാത്തു. പലർക്കും പ്രശ്നമാണ്. പലർക്കും, കെട്ടുകാർക്കും മട്ടുകാർക്കും അധികാരികൾക്കും അതുപോലെ തന്നെ പവറുള്ളവർക്കും ഒക്കെ പെണ്ണെന്ന് പറയുന്ന ഇത്തഖു ദുനിയ വത്തഖു നിസാ, തഖ്വ ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൻ തുമ്പിലൂടെ. ഇത്തഖു ദുനിയ, ഒന്ന് ദുനിയാവിനെ സൂക്ഷിക്കുക, 2 തഖ്വ ഉണ്ടാകാൻ വേണ്ടി സൂക്ഷിക്കാൻ പറഞ്ഞത് വത്തഖു നിസാ, സ്ത്രീകളെ സൂക്ഷിക്കുക. സ്ത്രീകളെ സൂക്ഷിക്കുക. മറക്കുവാനാകില്ല, മരിക്കാനുമാവില്ല, സഖിനിയില്ലാതെ ജീവിതത്തിൽ. ഈ പാട്ടിങ്ങനെ പാടിയിട്ട് ഇതിങ്ങനെ മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് രാത്രി സമയത്ത് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് വിരിപ്പിനടിയിലൂടെ എന്റെ പ്രിയമുള്ളവരെ മെസ്സേജ് കൈമാറുന്ന എത്രയോ ആണും പെണ്ണും നെറുകെട്ടി ജീവിക്കുന്ന സഹോദരങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അവർക്ക് അല്ലാഹു പടച്ചതമ്പുരാന്റെ മുന്നിൽ ഒരൽപ്പം പോലും ഉന്നതമായ വിജയത്തിന്റെ അവസ്ഥയിലേക്ക് എത്താൻ കഴിയുകയില്ല. ലൈംഗിക സൂക്ഷ്മത പൂർണ്ണമായും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. വിശ്വാസികൾ വിജയിച്ചവരാണെന്ന് പറഞ്ഞപ്പോ ആ വിജയികളുടെ അടയാളത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാ. മോശത്തരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാണവർ. മാത്രമല്ല വിജയിച്ചു
മരിച്ചുപോയ വിശ്വാസികൾ, സ്വർഗം കണ്ട് മരിക്കുന്നവര്, അസ്രായേൽ വരുമ്പോ ഭയന്ന് ഇറക്കാതെ കിരുബ പറഞ്ഞ് മരണപ്പെടുന്നവരാരാ? അവരവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. ആ സൂക്ഷ്മതയില്ലാതെ ചെറുപ്പക്കാരാ രക്ഷപ്പെടാൻ പറ്റൂല. നബിയുടെ വാക്കുകളുടെ പോസ്റ്ററൊട്ടിച്ചവരാ, വിളിച്ചടിച്ചവരാ, പ്രസംഗത്തിന് പോയവരാ, ക്യാൻസർ രോഗിക്ക് സഹായം ചെയ്തവരാ. പക്ഷേ നിന്റെ മൊബൈലിന്റെ അകത്ത് നൂറുകണക്കാറ് പെൺകുട്ടികളുടെ ഫോട്ടോവുണ്ട്, നൂറുകണക്കാറ് പെണ്ണുങ്ങളുമായി നീ സല്ലപിക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ പേര് പറഞ്ഞ് പാട്ടുപാടിയിട്ട് ആ ഫോൺ നമ്പറിലൂടെ വിളിക്കുമ്പോ പെൺകുട്ടികൾക്ക് അവസരം കൊടുക്കുന്ന എപ്പോഴോ ആൽബത്തിൽ അഭിനയിക്കുന്ന ആഭാസന്മാരുടെ മലബാറിന്റെ മുന്നിൽ പറയാൻ അവസാനവാക്കവിക്ക് മടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഭയപ്പെടുന്നില്ല. ആ അവസരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ പൊന്നുപോലെ 20, 25, 30, 35 വയസ്സ് പ്രായമാണ്. എത്രയോ ചെറുപ്പക്കാര് മാരകമായ രോഗത്തിനടിപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോലപ്പോ കൂട്ടുകാരില്ല. ഇന്നലെ വരെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്നവരില്ല. പെണ്ണ് പിടിക്കാനും മണ്ണ് പിടിക്കാനും കണ്ണു പിടിക്കാനും കൂടെ നടന്നവരില്ല. പൂലപ്പറമ്പിൽ തുണിയണിഞ്ഞ് അഴിഞ്ഞാട്ടം നടത്താൻ കൂടെ വന്നവരില്ല. മോതുവിന്റെ വെള്ളത്തുണി പൊതിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് നിന്നെ ഇറക്കി വെച്ചപ്പോ എത്ര സഹോദരങ്ങളാ പൊന്നുമോനെ ആ കബറിന്റെ അകത്ത് കിടന്ന് പൊട്ടിക്കടയുന്ന അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പൂർണ്ണമായ ലൈംഗിക സൂക്ഷ്മത ഇൻഷാ അല്ലാഹ് നമുക്ക് വേണം. ഈ രീതിയിലൊക്കെ സൂക്ഷ്മത ഉണ്ടായാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അതിന്റെ നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ടാകും. അവരെ ആര് വെറുക്കട്ടെ, അവരെ ആര് കുറ്റപ്പെടുത്തട്ടെ, അവരെ ആര് പരിഹസിക്കട്ടെ, അവരോടൊപ്പം ആരുമില്ലെങ്കിലും അല്ലാഹു ഉണ്ടാകും. ആരുമില്ലെങ്കിലും ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുമ്പോ കുറെ പഴി കേൾക്കേണ്ടി വരും. നല്ലതുപോലെ മുടി കാണാതെ മഫ്തയിടുമ്പോ, പർദ്ദയിടുമ്പോ, ശരീരം നല്ലതുപോലെ മറച്ചു ജീവിക്കുമ്പോ, കൃത്യമായി നിസ്കരിക്കുമ്പോ, സുന്നത്ത് നിസ്കരിക്കുമ്പോ, സ്വലാത്ത് ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ, ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ നാട്ടിൽ നിന്ന് കേൾക്കേണ്ടി വരും. കേൾക്കട്ടെ, ആരുമില്ലെങ്കിലും ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ. അല്ലാഹു നിന്റെ കൂടെ ഉണ്ടാകും. അല്ലാഹു നിന്റെ കൂടെ ഉണ്ടാകും. അത് നീ മറന്നു പോകരുത്. പിന്നെ അവർക്ക് കിട്ടുന്ന അടുത്ത നേട്ടം എന്താ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. എത്ര പ്രതിസന്ധി ഘട്ടം വന്നു പരീക്ഷയ്ക്ക് പടമെടുത്തില്ല, എത്ര പ്രയാസത്തിന്റെ സമയം വന്നു പണയം വെച്ചില്ല, എന്തൊക്കെ വൈഷമ്യത കടന്നു വന്നിട്ട് പോലും ഹറാമിലേക്ക് കൈയിട്ട് വാരിയില്ല. അങ്ങനെ ജീവിക്കുന്നവരെ ചെറിയ ചെറിയ പ്രയാസം അല്ലാഹു നിനക്ക് തരുമെങ്കിൽ അങ്ങനെ നീ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ നിനക്ക് എളുപ്പമാക്കി തരും അല്ലാഹു നിന്റെ വഴിയെ. എത്രയോ ദുർഘടമായ വഴിയെ അല്ലാഹു ഇങ്ങനെ നിനക്ക് എളുപ്പമാക്കി തരുമെന്ന്. എന്നോട് എടപ്പാള് ബാബ പറഞ്ഞത് 5 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു ഓപ്പറേഷൻ അദ്ദേഹത്തിന്റെ കാലിന് ഇപ്പൊ കഴിഞ്ഞു. പൈസ എവിടെന്നാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാ, ഞാൻ ഔലിയാക്കന്മാരെ കുറിച്ചൊക്കെ ഒരുപാട് മതവ് പാടിയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി, പൊരുത്തത്തിന്റെ ഫലമായി ഒരാൾ 5 ലക്ഷം രൂപ ഓപ്പറേഷന് വേണ്ടി അങ്ങോട്ട് കൊടുത്തു. 5 ലക്ഷം രൂപ ഓപ്പറേഷന്റെ ചെലവിലേക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നു പേര്. അള്ളാഹു താല അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. എന്നെ ഫോണിലൂടെ വിളിച്ചിട്ട് ഉസ്താദെ ദുആ ചെയ്യണം, അള്ളാഹുവാണ് എന്നെ അദ്ദേഹത്തിന്റെ അടുത്തെത്തിച്ചു, എനിക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് പറയാം. ഒരു സാധുവായ സഹോദരന്റെ കാലിന്റെ ഓപ്പറേഷൻ നടത്തി കൊടുക്കാൻ ആ പൈസ കൊടുത്തപ്പോ കിട്ടിയ ആള് പറഞ്ഞതെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പടച്ചവൻ എങ്ങനെ ചിലർക്ക് പെട്ടെന്ന് വഴികളെ ഇങ്ങനെ എളുപ്പമാക്കി കൊടുക്കും. വിശാലമായ രീതിയിലൂടെ അള്ളാഹു ഇങ്ങനെ യജ്അല്ലഹു മഖ്റജ, ഇങ്ങനെ അവന്റെ വഴിയെ അള്ളാഹു തുറന്നു കൊടുക്കും, തുറസ്സമാക്കി കൊടുക്കും. സഹോദരങ്ങൾ, എത്രയോ സംഭവങ്ങളുണ്ട്. എത്രയോ മലമറിച്ചു പോകുന്ന പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ നിസ്സാര സമയം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാ? സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. അവസാന സമയം വരെ ഒരു ഹറാമ കടന്നു വരാതെ അള്ളാഹിന്റെ പൊരുത്തക്കേട് സമ്പാദിക്കാത്ത ജീവിതം. ഇപ്പൊ അബുദാബിയിൽ നിന്ന് 4 ദിവസം മുമ്പ് ഒരു സഹോദരി വിളിച്ചു, എന്റെ അനുജന്റെ ഫോൺ നമ്പർ, അവന്റെ നമ്പർ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അതിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് അടുത്തു വരുമ്പോൾ ഒന്ന് കൊടുക്കണം, കുറെ സംശയങ്ങളാണ്. അവരിപ്പോ എങ്ങനെ ഇപ്പൊ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോ എന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് പറയാൻ പറയും, സൂറത്തിൽ ബക്കറ ഓതിയാൽ മതി, കുഴപ്പമില്ലാതെ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് തുടങ്ങി. കാരണം എന്താണെന്നറിയോ, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് വിളിക്കുക. അപ്പൊ അബുദാബിയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചിട്ട് പറയുകയാണ്, 37 വയസ്സിൽ
കഴിഞ്ഞ 2 മാസമായിട്ടാണ് അവർ നിസ്കാരം തുടങ്ങിയത്. അവർ പറയുന്നു 37 വയസ്സിനിടയിൽ ഒരു സുജൂദ് പോലും ഉസ്താദേ ഞാൻ എന്റെ പടച്ചോനെ ചെയ്തിട്ടില്ല, എന്റെ മക്കളും ചെയ്തിട്ടില്ല, എന്റെ ഭർത്താവും ചെയ്തിട്ടില്ല. കരഞ്ഞുകൊണ്ട് പറയാ ഞാൻ എന്ത് ചെയ്യും? ഒരുപാട് ഹറാമായ ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങളൊക്കെ നമുക്ക് ദുബായിൽ അബുദാബിയിൽ വന്നുപോയി. ഇതിനൊക്കെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം? പ്രഭാഷണത്തിന്റെ കാസറ്റ് വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് കേട്ട് മനസ്സിന്റെ ഒരു മാറ്റം വന്നു. ഇന്ന് എന്റെ വീട്ടിൽ മക്കൾ ഖുർആൻ പഠിക്കുന്നു. അവരോടൊപ്പം ഇരുന്ന് ഉസ്താദിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാനും ഖുർആൻ ഓതി തുടങ്ങി. ഞാൻ നിസ്കരിക്കുന്നു. ആദ്യമായി സുജൂദ് ചെയ്തപ്പോൾ എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നുപോയി എന്ന് 37 വയസ്സ് വരെ ജീവിച്ച ഒരു പെൺകുട്ടി പറഞ്ഞു പോയെങ്കിൽ എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ? ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ പാവപ്പെട്ടവന് ഇങ്ങനെ ഒരു മാറ്റമുണ്ടാകുന്ന നൂറുകണക്കാറ് സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും പ്രാർത്ഥന മതി പ്രിയപ്പെട്ടവരെ. ആ പ്രാർത്ഥന മതി. അള്ളാഹു അതുകൊണ്ട് തന്നെയാണ് ഉന്നതമായ പടവുകളിലേക്ക് കയറാനുള്ള ഭാഗ്യം അള്ളാഹു തരിക. 4 ദിവസം ആരിക്കുട്ടി ഉസ്താദിന്റെ കൂടെ റൂമിനകത്ത് അജ്മീരിൽ കിടന്നപ്പോൾ എന്തൊക്കെ ഇൽമുകളാണെന്നറിയൂ, എന്തൊക്കെ ഇൽമുകളാ പറഞ്ഞത്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കാളമ്പാടി സ്ഥാനെ കുറിച്ച് കുറച്ച് വരികൾ എഴുതിയിട്ട് പാടിക്കൊടുത്തു. കരഞ്ഞുകൊണ്ട് പറയാൻ അവരുടെയൊക്കെ മുന്നിലേക്ക് എത്താൻ, അവരൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ലാത്ത സങ്കടത്തോടുകൂടി പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. വഴി അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരും. സകല പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും മലമറിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളും നിയന്ത്രിക്കാൻ നിസ്സാര സമയം കൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് സാധിക്കുന്നതാ. തീർന്നില്ല, വീണ്ടും ഖുർആൻ പറയുകയാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിലച്ചിരിക്കാത്ത ഭാഗത്തുകൂടെ അല്ലാഹു നമുക്ക് ഭക്ഷണം തരുന്നതാ. നമ്മുടെ കുടുംബം പട്ടിണി കിടക്കേണ്ടി വരൂല, നമ്മുടെ കുടുംബം കഷ്ടപ്പെടേണ്ടി വരൂല. വേറൊരാളുടെ വീടിന് മുമ്പ് പോയിട്ട് സാമ്പത്തികത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന ഗതികേട് അല്ലാഹു സൂക്ഷ്മതയോടെ ജീവിക്കുന്നവന് കൊടുക്കൂല. അത് മറക്കണ്ട പ്രിയപ്പെട്ടവരെ, മറക്കണ്ട. ആ സൂക്ഷ്മത കൈവരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അതിലൂടെ ജീവിക്കാനുള്ള ഉന്നതമായ പവർ അല്ലാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. ആ സൂക്ഷ്മത നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി അല്ലാഹു പടച്ചതമ്പുരാൻ പരീക്ഷണത്തിന് വേണ്ടി പടച്ചിരിക്കുന്ന വസ്തുവാണ് ശപിക്കപ്പെട്ടവനാണ് പിശാച്. അതുകൊണ്ട് അവനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സൂക്ഷ്മത നമുക്ക് കൈവരുകയില്ല. അലം അഅ്ഹദിലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ പറയുകയാ, പിശാചിനെ ആരാധിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സൂക്ഷ്മത വേണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് സദസ്സിൽ നിന്ന് ദുആ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ ഇനി എവിടെ പോയാലും തലമറയ്ക്കണമല്ല, ഇനി എവിടെ പോയാലും സംസാരത്തിൽ സൂക്ഷ്മത വേണമല്ല, ഇനി എവിടെ നിന്ന് പണമുണ്ടാക്കിയാലും സൂക്ഷിക്കണമല്ല, ഇനി എവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാലും ഹറാമാണോ എന്ന് നോക്കണമല്ല, ഇനി സകല ബന്ധങ്ങളും ഹറാമായ ബന്ധങ്ങളെ മാറ്റണമല്ല. അത്യന്താധുനിക സജ്ജീകരണങ്ങളുള്ള വാദ്യോപകരണത്തിന്റെ പാട്ട് കേട്ടുകൊണ്ട് ആസ്വദിക്കുന്ന പദ്ധതിയെ അവസാനിപ്പിക്കണമല്ല. ഹറാമുകൾക്ക് നിന്ന് വിടവിടണമല്ല. വീട്ടിന്റെ കത്തിരുന്ന് പൊട്ടിക്കരണ്ടുകൊണ്ട് സീരിയൽ കണ്ട് കണ്ണീരൊഴുക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. കാടൂലെന്ന് തീരുമാനിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോ നേരെയാകാമല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത് തിരിച്ചു പോകുമ്പോ ഇബ്ലീസ് നിന്റെ കൂടെ വരികയാ. നിന്നെ അങ്ങനെ തീരുമാനം പ്രാവർത്തികമാക്കാൻ പിശാച് സമ്മതിക്കൂല. സീരിയൽ കാണാതിരിക്കാൻ പിശാചിന് കഴിയില്ല. പറക്കുളത്തുള്ള സഹോദരിമാരെ ഞാൻ വെല്ലുവിളിക്കുകയാ, കഴിയുമോ? നിനക്ക് കഴിയുമോ? ഇന്ന് മുതൽ സീരിയൽ ഞാൻ കാണുമെന്ന് നിങ്ങൾ തീരുമാനിച്ച നിങ്ങളുടെ കൂടെ പിശാച് നടക്കുകയാ. എന്നിട്ട് പറയും, പെണ്ണേ ഇതുകൂടി ഒന്ന് കണ്ടു തീർത്തുകളെ, ഇതുകൂടി തീർന്നിട്ട് പിന്നെ കാണണ്ട. ആ ചിന്ത എത്രയോ പെണ്ണിന്റെ മനസ്സിൽ പിശാച് തന്നിട്ടുണ്ട്. കല്യാണത്തിന് പോകുമ്പോ മോഡൽ വസ്ത്രം ധരിക്കൂലാന്ന് തീരുമാനിച്ച പെണ്ണേ, പിശാച് വന്ന് പറഞ്ഞു തരികയാ, ഈ കല്യാണത്തിനും കൂടി ധരിച്ചോ, പിന്നെ ധരിക്കണ്ട. അങ്ങനെ നാളിന്നു പോകുന്നു, നാളെയാകട്ടെ, നാളേക്കു നാളെ നീ നീളം വിട്ടാട്ടെ. കോയിൻകുട്ടി വൈദ്യര് പറഞ്ഞതുപോലെ നാളെയാകട്ടെ, ഇത് കൂടി കഴിയട്ടെ, അത് കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ്
പിശാചിന്റെ താരാട്ടുപാട്ടിൽ മയങ്ങിയിട്ട് നരകത്തിന്റെ കവാടം പണിയല്ല മോളെ. തീരുമാനിക്കുക എപ്പോഴാണ് അസ്രായീൽ വരുന്നതെന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് വീണുകൊണ്ട് മരണപ്പെട്ടു പോരാ അനസിന്റെ ഓർമ്മകളെ മനസ്സിന്റെ കത്ത് താലോലിക്കുന്ന ചെറുപ്പക്കാരാ, ആ ചിത്രം മനസ്സിലേക്ക് കടന്നു വരുമ്പോ നൂറുകണക്കായ രോഗികളായി മരണപ്പെട്ടവരുടെ ചിത്രം മനസ്സിലേക്ക് വരുന്ന സഹോദരിമാരെ, നാളെ നമ്മളാവൂലം ആരാകേണ്ടത്. 4 മാസമാണ് ഷരീഫായ സശരീഫ് എന്ന സഹോദരന് വൃക്ക തകരാറാണെന്ന് കണ്ടുപിടിച്ചിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. അല്ലാഹുവേ, ഒരു 4 മാസത്തിന് ശേഷം നമ്മളെ ടെസ്റ്റ് നടത്തുമ്പോ, ഒരു 6 മാസത്തിന് ശേഷം നമ്മളെ ടെസ്റ്റ് നടത്തുമ്പോ, ഒരു 10 മാസത്തിന് ശേഷം നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോ എന്തൊക്കെ രോഗമാണെന്നറിയില്ല. 25 വർഷത്തോളം ശരീരത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്ന അബ്ദുസലാം എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. 25 വർഷമായി ക്യാൻസർ ശരീരത്ത് പടർന്നു പിടിച്ചിട്ട് അറിഞ്ഞില്ല വീട്ടുകാര്, അറിഞ്ഞില്ല നാട്ടുകാര്. അവസാനം ആ പ്രിയപ്പെട്ട സഹോദരൻ അപകടം വന്നപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞതാ 25 വർഷം കൊണ്ട് ക്യാൻസർ ശരീരത്തിലുണ്ടെന്ന്. പിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പടച്ചവരെ, ഞാനിത് പറയുമ്പോ മുസ്തഫ എന്ന് പറയുന്ന എന്റെ പ്രഭാഷണം ഏറെ ഇഷ്ടപ്പെടുന്ന ആ രോഗത്തിന് അഡിക്റ്റായി പോയ ഒരു പാവപ്പെട്ട സഹോദരനുണ്ട്. അൽഹംദുലില്ലാഹ്, ഇപ്പൊ സന്തോഷമാണ്, സമാധാനമാണ്, ആരോഗ്യമാണ്, ആഫിയത്താണ്. പൂർണ്ണമായും ശിഫാ കൊടുക്കണേ അല്ലാഹ്, പൂർണ്ണമായും ശിഫാ കൊടുക്കണേ അല്ലാഹ്. 14 വയസ്സ് മാത്രമുള്ള തിരുവനന്തപുരത്ത് ആർസിസിക്കകത്തെ ഹസീന എന്ന് പറയുന്ന ഒരു പൊന്നുമോളെ കാണാൻ ചെന്നപ്പോ അടുത്തു ചെന്നിരുന്ന എന്തെങ്കിലും ഒന്ന് ഒതുക്കൊടുക്കാ മോളെ ഉപ്പ പറഞ്ഞപ്പോ അടുത്തു ചെന്നിരുന്ന എന്നോടാ 14കാര് പറഞ്ഞത്, ഉസ്താദ് എന്റെ മുടി കൊടിഞ്ഞു പോയി, ശരീരം വിളറി കൊടുത്തു പോയി, 30 ലക്ഷത്തിലധികം രൂപ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്ക് വേണ്ടി ചിലവഴിച്ചു പോയി, അതുകൊണ്ട് എനിക്കിനി ജീവിക്കണ്ട ഉസ്താദ്. 14 വയസ്സ് മാത്രമുള്ള പൊന്നുമോള് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുമ്പോ സഹോദരാ, ഇത് തമാശയല്ല. ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതത്തിന്റെ സന്തോഷങ്ങളെ സന്താപക്കടലേക്ക് വലിച്ചെറിയാറുള്ള അവർ അല്ലാഹുവിനുണ്ടെന്ന് മറക്കല്ല. അല്ലാഹു പടച്ചതമ്പുരാക്കാത്തിൽ രക്ഷിക്കുമാറാകട്ടെ. ആ സഹോദരന്റെ രോഗശാന്തിക്ക് വേണ്ടി ചികിത്സിക്കാൻ ഇൻഷാ അല്ലാഹ് ഞാനൊരു 10,000 രൂപ കൊടുക്കാമെന്ന് പറയാൻ ഒരാൾ ഈ സദസ്സ് 11 സലാത്ത് ചൊല്ലി ഖൽബ് നൊന്ത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. നിങ്ങൾ തരുന്ന കാശ് എന്നാണോ അന്ന് കൊടുക്കുക. ഒരാൾ 10,000 രൂപ. ഖുലൂ തക്ബീർ സല്ലല്ലാഹു അലാ